അങ്ങനെ അസ്തമയ സൂര്യനൊക്കെ മറയാൻ പോകുന്ന ഈ സമയത്ത് ഇന്ന് വൈകുന്നേരം എത്തിയിരിക്കുന്നത് വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ പീച്ച് ഡാമിന്റെ റിസർവോയറിന്റെ ഒരു ഭാഗത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. ഒരുപാട് വർഷങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളം കിടക്കുന്ന സ്ഥലമാണ്. അതേപോലെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല വൈകുന്നേര സമയം. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടക്കുകയാണ്. ഓസ്റ്റിൻ പാറപ്പുറത്ത് കൂടെ കയറി ഇങ്ങനെ നടന്നു വരുന്നു. ഞാൻ അറിഞ്ഞതനുസരിച്ച് നമ്മുടെ ആ ജീപ്പ് കിടക്കുന്നില്ലേ, അപ്പോൾ അവിടം വരെ വെള്ളം കയറാറുണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മുടെ ഓഗസ്റ്റ് ജൂലൈ മാസത്തൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം വരാറുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം ഇവിടെ അങ്ങനെ ചെലവഴിച്ച് തിരിച്ചു പോകും. ഈ വെള്ളം വരുന്ന സമയത്ത് ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തോണിയൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള വെള്ളം ഇറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ഇതേപോലുള്ള കുഴികളിലൊക്കെ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് മാത്രമല്ല, കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും ഡാമിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങി കിടക്കുന്ന സമയത്ത് ഇതേപോലത്തെ കുഴികളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ചതുപ്പാണ്. ചിലപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലങ്ങളും ഇതൊക്കെ വെള്ളം ഒരുപാട് കെട്ടി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കില്ല. ഈ പാറക്കൂട്ടങ്ങൾക്ക് മേളിലും വെള്ളം വരാറുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളങ്ങളൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തിന്റെ ആ ഭാഗത്താണല്ലോ. അങ്ങനെ കുറച്ചു നേരം നടന്ന് ഞങ്ങൾ ബീച്ച് പാടത്തിന്റെ ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ ചാലിന്റെ ഭാഗത്തെത്തി. റൈറ്റ് സൈഡ് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഭയങ്കര ഡേഞ്ചറാണ് അവിടെ വെള്ളം. വാണിയമ്പാറയിൽ നിന്ന് നമുക്ക് ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പീച്ചി പാടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാം. പിന്നെ ഇവിടെ വൈകുന്നേര സമയത്തും അല്ലെങ്കിൽ രാവിലെയൊക്കെ വരികയാണ് ഏറ്റവും നല്ലത്. കാരണം ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലാണ്. നമ്മുടെ അപ്പുറത്ത് കുറേ ചെടമ്പര മീനിനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 5:30 സമയമൊക്കെ ആയി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആ ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങോട്ട് നമുക്കൊന്നും പോകാൻ സാധിക്കില്ല, അവിടെ കുറേ ചതുപ്പാണ്. അങ്ങോട്ടൊക്കെ പോയി നമ്മൾ താന്നു പോകും. അപ്പോൾ ഇനിയും മനോഹരമായ കാഴ്ചകൾ കടന്നു വരുന്നുണ്ട്. അതുവരെ കാണാം.